ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് അസിനുവിന് ഒരു വണ്ടി എടുക്കാൻ പോവാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയല്ല, ഒരു കുഞ്ഞു വണ്ടി. പിന്നെ വേറൊരു കാര്യം, ഈ ഡ്രസ്സും ഞാൻ എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ്. ഭംഗിയുണ്ടല്ലേ? അപ്പോൾ പോകാൻ വേണ്ടി ഞാൻ റെഡിയായി പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇതാ ഇപ്പം പെൺകുട്ടിയും കൂടിയിട്ട് അവിടെ നിന്ന് കളിക്കുകയാണ്. വണ്ടി എടുക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ്. ഞാനും ഉപ്പയും ഉമ്മയും അസിനും കൂടിയിട്ടാണ് വണ്ടി എടുക്കാൻ വേണ്ടി പോണത്. അസിനുവിന് വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. ഒരു വണ്ടി കണ്ടാൽ അതിൽ പോകണം. ഇപ്പം തന്നെ നോക്ക്, വണ്ടി പോകണതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ് നെക്സ്റ്റ് മന്ത് ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഇപ്പം തന്നെ വണ്ടി വേണ്ട, അപ്പോൾ വാങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് പറ്റൂല, ഇപ്പോൾ ഒരു വണ്ടി എടുക്കണോ, കുട്ടിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് നിർബന്ധിച്ച് കൊണ്ടുപോകണത്. വണ്ടി എടുക്കാൻ വേണ്ടി എന്തിനാ ക്ലാസിക്കോൾ വന്ന് നിങ്ങൾ വിചാരിക്കും. ക്ലാസിക്കോൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതല്ല, നമ്മളിവിടെ ഒരു മിക്സി നേരാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വീട്ടിലത്തെ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിയത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു മിക്സി നേരാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ അത് റെഡിയാക്കി കിട്ടിയിരിക്കണം. അതിൻ്റെ സന്തോഷമാണ് എൻ്റെ പന്ന മുഖത്ത്. നമ്മൾ എടപ്പാൾക്കാണ് പോയത്. പക്ഷേ ആ ഭാഗത്തൊന്നും ഞങ്ങൾ പോയ കടയിലൊന്നും സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രൈ ഒന്നും ഇപ്പം ഇല്ല. അങ്ങനെ കുറേ നോക്കി ഞങ്ങൾ പട്ടംകുളത്ത് പോയി, അവിടെയും കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പോയ വഴിയിൽ തന്നെ ഇതുപോലൊരു ഷോപ്പ് കണ്ടത്. അപ്പോൾ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഇതിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം ടോയ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അസിനുവിനാണെങ്കിൽ ഈ വണ്ടി കണ്ടപ്പോൾ ഇതിൻ്റെ ചുവപ്പ് കളറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അവനക്ക് തന്നെ ഉന്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതുമ്പോൾ ഇരിക്കുമ്പോൾ അവന് കുഞ്ഞ് കുട്ടിയല്ല, വലിയ ആയ പോലെ, വണ്ടി ചെറുതായ പോലെ തോന്നുന്നു. അവിടെയുള്ള വണ്ടികളിലൊക്കെ ഇതുപോലെ അവൻ ഇരുത്തിയൊക്കെ ഉണ്ട്. പക്ഷെ അവൻ്റെ കണ്ണ് എപ്പോഴും എവിടെ വെച്ചാൽ ആ റെഡ് വണ്ടി മക്ക, അത് അവനക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. കാരണം അത് അവൻ കുന്തിക്കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇതൊന്നും അങ്ങനെ പറ്റുന്നില്ല. അതാണ്. അവിടെയുള്ള ചേച്ചിയാണെങ്കിൽ നമുക്ക് വേണ്ടി എല്ലാ വണ്ടികളും പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് അവനക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചെയർ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചായി നോക്കി നടക്കണ്ടായിരുന്നു അത്. ആൾ പിന്നെ മറ്റേ വണ്ടിയൊക്കെ ഒഴിവാക്കി ഇതുമ്പോൾ തന്നെ കയറിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഒരുപാട് നല്ല ടോയ്സ് ഉണ്ട് കേട്ടോ. വണ്ടികളായിക്കോട്ടെ ഒരുപാടുണ്ട്. ബൈക്കും കാറും ജീപ്പുണ്ട്. അവിടെ സൈഡിലൊരു ജീപ്പൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിട്ടാണ് ഞങ്ങൾ എടപ്പാൾക്ക് വണ്ടി അന്വേഷിച്ച് പോയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കിത് വണ്ടി ഇവിടെ നിന്നാണ് കിട്ടിയത്. അതിനാണെങ്കിൽ തീരെ ക്ഷമയില്ല. ഇത് എപ്പോഴാണ് ശരിയാക്കി കിട്ടുക അവിടെ തന്നെ പിടിച്ച് നിൽക്കുക. മാറ്റി നിർത്തിയാലും പോകുന്നില്ല, വീണ്ടും അങ്ങോട്ട് തന്നെ വരികയാണ്. പക്ഷെ അതിനൊന്നും എന്തോ സൗണ്ടിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ എടുത്തത് ഇതാണ്. ഇത് ഞാനങ്ങോട്ട് ശരിയാക്കി തരാം അപ്പപ്പാന്ന് പറഞ്ഞിട്ടാണ് അതിനും കയറി നിൽക്കുന്നത്. ഇതെങ്കിലും ശരിയായി കിട്ടണ്ടേ, അതുകൊണ്ട് ഇപ്പം അതാണ് നമുക്ക് ശരിയായി കിട്ടിയത്. സൗണ്ടൊക്കെ വന്ന് അപ്പം പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചാൽ, അല്ലാണ്ട് അതിന് അവിടുന്ന് പോരുന്നില്ല. വണ്ടി ഇല്ലാണ്ട് ഞാൻ വരില്ല എന്നാ. അങ്ങനെ നമ്മൾ വാങ്ങാളൊക്കെ വാങ്ങി ഇപ്പോൾ ചെയറൊക്കെ കൊണ്ടുവെക്കുമ്പോഴും അവൻ്റെ നോട്ടം എങ്ങോട്ടാ വെച്ചിട്ടാണ് ഈ വണ്ടി ആരെങ്കിലും കൊണ്ടുപോകുമോ, വണ്ടി എടുക്കണില്ല വെച്ചിട്ടാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അങ്ങനെ വണ്ടി ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ വെച്ച് പോകാൻ കണ്ടോട്ട് വെച്ചിട്ട്, പിന്നെ ഉണ്ട് ആ സീറ്റിലിരിക്കണ്. പിന്നെ അവനക്ക് അകുമ്പ് കയറി ഇരിക്കണം. പിന്നെ മടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവുക. അത് പിന്നെ അകുമ്പണ്ടി ഇരുത്തി കൊടുത്ത് ഇപ്പോഴാണ് ആൾക്കൊരു സമാധാനമായത്. പിന്നെ അകുമ്പിരുന്ന് ഉറങ്ങിയിരുന്നു വീടെത്തുന്നവരെ. വീടെത്തിയപ്പോൾ ഓൻ ഫുൾ ഓണായി, ഉറങ്ങിയൊക്കെ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ.